അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, മഹാനായ അബൂബക്കർ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു അയൽവാസി ഒരു ദിവസം മരണപ്പെട്ടു. മരണശേഷം ഒരിക്കൽ ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അയൽവാസിയെ സ്വപ്നത്തിൽ ദർശിച്ചു. അദ്ദേഹം ആ അയൽവാസിയോട് ചോദിച്ചു, നിങ്ങളെക്കൊണ്ട് അള്ളാഹു എന്താണ് ചെയ്തത്? അപ്പോൾ അയൽവാസി പറഞ്ഞു, ഓ ഷിബിലി, വളരെ ഭയാനകവും ഭീകരവുമായ സംഭവങ്ങൾ നടന്നു. ഖബറിലെ ചോദ്യത്തിൻ്റെ സമയത്ത് ഞാൻ വല്ലാതെ കുഴഞ്ഞുപോയി. എനിക്ക് ഉത്തരം മുട്ടി. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇത്തരമൊരു നാശം എങ്ങനെയാണ് എനിക്ക് വന്നുപെട്ടത്? ഞാൻ മുസ്ലിമായിട്ടല്ലേ മരിച്ചത്? അപ്പോൾ ഒരശരീരി കേട്ടു, നീ നിൻ്റെ നാവിനെ സൂക്ഷിക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണ് ഇത്. ശേഷം മലക്കുകൾ എന്നെ ശിക്ഷിക്കാനൊരുങ്ങുമ്പോൾ സുന്ദരനായ ഒരു മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എനിക്കും അവർക്കുമിടയിൽ അദ്ദേഹം മറയായി നിന്നു. അദ്ദേഹത്തിൽ നിന്നും നല്ല സൗരഭ്യം അടിച്ചു വീശുന്നുണ്ട്. അദ്ദേഹം എനിക്ക് ഉത്തരം പറഞ്ഞു തന്നു. ഞാനത് പറയുകയും ചെയ്തു. അനന്തരം ഞാൻ അയാളോട് ചോദിച്ചു, അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ധാരാളമായി ചൊല്ലിയ സ്വലാത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനാണ് ഞാൻ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നെ സഹായിക്കാൻ എനിക്ക് നിർദ്ദേശമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നന്മകളാണ് നാളെ ആഖിറത്തിൽ നമുക്ക് തുണയായി വരുന്നത്. അതിൽ സ്വലാത്തിൻ്റെ സ്ഥാനം വളരെ പ്രധാനമാണ്. നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ വിഷമഘട്ടങ്ങളിൽ നമുക്ക് തുണയായി രക്ഷയായി വരും എന്നാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ മേൽ ഒരു സ്വലാത്ത് ആരെങ്കിലും ചൊല്ലിയാൽ 10 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് രേഖപ്പെടുത്തുകയും 10 തിന്മകൾ അവൻ്റെ കർമ്മപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയും 10 പദവികൾ അവനിക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുക. എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലി അവിടുത്തെയുമായി നല്ലൊരു കണക്ഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുക. നാഥനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ.